കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്നും ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നും പഠിച്ചു. എസ് 2, പി 6, ഡി സബ്ഷെല്ലിൽ 10, എഫിലാണെങ്കിൽ 14. അതുപോലെ തന്നെ സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം പഠിച്ചു. ആ ഊർജം കൂടി വരുന്ന ക്രമം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അധ്യായത്തിലെ തുടർന്നുള്ള കാര്യങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ. ഊർജം കൂടി വരുന്ന ക്രമം ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p. ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് മൂലകങ്ങളുടെ സബ്ഷെൽ ക്രമീകരണം എഴുതുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ പരീക്ഷയ്ക്കും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാകും. 4 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് സബ്ഷെൽ ക്രമീകരണം എഴുതി പഠിക്കുക തന്നെ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് സബ്ഷെൽ ക്രമീകരണം എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം വളരെ ചെറിയ ഒരു അറ്റോമിക നമ്പറുള്ള മൂലകം എടുക്കാം, ലിഥിയം. ലിഥിയത്തിൻ്റെ പ്രതീകം എന്താണെന്ന് നിങ്ങൾക്കറിയാം, Li ആണ്. അപ്പോൾ ലിഥിയം Li അറ്റോമിക നമ്പർ 3 ആണ്. 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. അതായത് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിഥിയത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 3 ഇലക്ട്രോണുകളുണ്ട്. ഈ 3 ഇലക്ട്രോണുകളെ നമ്മൾ ഓരോ സബ്ഷെല്ലുകളിലായിട്ട് ക്രമീകരിക്കണം. ആദ്യം ഇലക്ട്രോൺ കൊടുക്കേണ്ടത് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലാണ്. അത് ഇവിടെ ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്, 1s ആണ്. അപ്പോൾ ആദ്യം നമുക്കിതിന് നേരെ 1s എന്ന് എഴുതാം, 1s. ഇനി എത്ര ഇലക്ട്രോണുകളുണ്ട്? 3 ഇലക്ട്രോണുകൾ. എസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാ? 2 ആണ്. അതുകൊണ്ട് ഇതിന് മുകൾ ഭാഗത്ത് ഇവിടെയായി 2 എന്ന് എഴുതാം. ഇത് വായിക്കുന്നത് 1s2 എന്നാണ്. സബ്ഷെല്ലിൻ്റെ പേരെഴുതിയിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് കാണുന്നത് ഷെൽ നമ്പറും മുകളിൽ കാണുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ്. സബ്ഷെല്ലിൻ്റെ പേരിൻ്റെ ഇടതുവശത്ത് കാണുന്നത് ഷെൽ നമ്പർ, മുകളിൽ കാണുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത് വായിക്കുന്നത് പറഞ്ഞു 1s2 എന്നാണ്. അപ്പോൾ ലിഥിയത്തിൽ 3 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. അതിൽ 1sൽ എത്ര ഇലക്ട്രോൺ കൊടുത്തു? 2 ഇലക്ട്രോൺ കൊടുത്തു. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരെണ്ണം കൂടിയുണ്ട്. അത് 1sനേക്കാൾ ഊർജം കൂടിയ സബ്ഷെല്ലിൽ കൊടുക്കണം. ഇവിടെ നോക്കുക, 1sനേക്കാൾ ഊർജം കൂടിയതാരാ? 2s ആണ്. അപ്പോൾ അടുത്തതായിട്ട് അല്പം ഇങ്ങോട്ട് നീക്കി 2s എന്ന് എഴുതാം. അവിടെ എത്ര എണ്ണമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. നമ്മൾ ആ 1 ഇലക്ട്രോൺ കൊടുത്തു. 2 എണ്ണം ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ കണക്കനുസരിച്ച് ബാക്കി എത്രയേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ 1 ഉള്ളൂ. ആ 1 ഇലക്ട്രോണാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇത് എഴുതിയതിന് ശേഷം, ഏതിൻ്റെ ആയാലും സബ്ഷെൽ ക്രമീകരണം എഴുതിയതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കുന്നത് നന്നായിരിക്കും. അറ്റോമിക നമ്പർ കിട്ടുമോ എന്ന്. ഇവിടെ 2, 1, 3. ഇതാ ഇങ്ങനെ ചെയ്താൽ തെറ്റാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് തിരുത്തി എഴുതാൻ കഴിയും. ഇനി മറ്റൊരു മൂലകം എടുക്കാം, കാർബൺ. അറ്റോമിക നമ്പർ 6. കാർബണിൻ്റെ പ്രതീകം C ആണ്. അറ്റോമിക നമ്പർ 6 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകളുണ്ട്. ഈ 6 ഇലക്ട്രോണുകളിൽ ആദ്യം നമ്മൾ ഏത് സബ്ഷെല്ലിലാണ് ഇലക്ട്രോൺ കൊടുക്കുക? ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ല്. അതേതാണ്? 1s ആണ്. അപ്പോൾ ഇവിടെ 1s എന്ന് എഴുതി. എസ്സിൽ പരമാവധി എത്ര എണ്ണമേ കൊടുക്കാവൂ? 2 എണ്ണം. അതുകൊണ്ട് ഇവിടെ 2 എന്ന് എഴുതി. അടുത്തത് ഇനി ബാക്കി എത്ര ഉണ്ട്? 4 ഇലക്ട്രോണുകളും കൂടിയുണ്ട്. അപ്പോൾ 1sനേക്കാൾ ഊർജം കൂടിയ ഷെല്ല്, അതായത് ഊർജം കൂടിയ സബ്ഷെല്ല്, ഷെല്ലല്ല സബ്ഷെല്ല്. അപ്പോൾ ഇവിടെ 2s എഴുതി. അതിലും എത്ര എണ്ണമാണ്? 2. അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോണുകളെ നമ്മൾ സബ്ഷെല്ലുകളിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. 6ൽ നിന്ന് 4 എണ്ണം ക്രമീകരിച്ചു. ഇനി ബാക്കി 2 എണ്ണമുണ്ട്. അത് 2sനേക്കാൾ ഊർജം കൂടിയ സബ്ഷെല്ല്. 2sനേക്കാൾ ഊർജം കൂടിയത് 2p ആണ്. ഇവിടെ കൊടുക്കുന്നു, അവിടെ 2. ഇനി നമുക്ക് കൂട്ടി നോക്കാം ഇലക്ട്രോണുകളുടെ എണ്ണം. 2, 4, 6. ഇനി മറ്റൊന്ന് സോഡിയം. സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ആണ്. സോഡിയത്തിൻ്റെ പ്രതീകം Na. അറ്റോമിക നമ്പർ 11. 11 ഇലക്ട്രോൺ ഉണ്ട്.
എങ്ങനെയാണ് എഴുതുക? ആദ്യം ഏത് സബ്ഷെൽ എഴുതണം? 1s എഴുതണം. 1s എഴുതി. അതിൽ എത്ര ഇലക്ട്രോൺ കൊടുക്കണം? 2 എണ്ണം. 1sനേക്കാൾ ഊർജ്ജം കൂടിയ സബ്ഷെൽ ഏതാണ്? 2s ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2s എഴുതി. അതിലും പരമാവധി ഉൾക്കൊള്ളുന്ന എത്രയാണ്? 2 എണ്ണം. ഇപ്പോൾ 4 ഇലക്ട്രോണുകളെ നമ്മൾ സബ്ഷെല്ലുകളിൽ ക്രമീകരിച്ചു. ഇനിയും ബാക്കി 7 എണ്ണം കൂടിയുണ്ട്. 2sനേക്കാൾ ഊർജ്ജം കൂടിയ സബ്ഷെൽ ഏതാണ്? 2sനേക്കാൾ ഊർജ്ജം കൂടിയത് 2p ആണ്. ഇവിടെ നമ്മൾ 2p എന്ന് എഴുതി. പിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? 6 എണ്ണമാണ്. 6 എഴുതി. ഇപ്പം എത്ര ഇലക്ട്രോണുകളെ സബ്ഷെല്ലിൽ ക്രമീകരിച്ചു? 6 × 2 8, 8 × 2 10. ബാക്കി എത്ര ഉണ്ട്? ഒരെണ്ണം കൂടിയുണ്ട്. അത് 2pയേക്കാൾ ഊർജ്ജം കൂടിയ സബ്ഷെല്ല്. 2pയേക്കാൾ ഊർജ്ജം കൂടിയതാരാ? 3s ആണ്. ഇവിടെ 3s എന്ന് എഴുതാം. എത്ര എണ്ണമേ അവിടെ എഴുതാനുള്ളൂ? ബാക്കി 1 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ 1 എന്ന് എഴുതാം. ഇനി നോക്കുക. 2 × 2 4, 4 × 6 10, 10 × 1 11. അറ്റോമിക നമ്പർ 11. അടുത്ത മൂലകം കാൽസ്യം. അറ്റോമിക നമ്പർ 20 ആണ്. കാൽസ്യം അറ്റോമിക നമ്പർ 20. 1s2, 2s2. അടുത്തത് 2p. പിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന 6 എണ്ണം. 2p6, 3s2. അടുത്തത് 3p. പിയിലാണെങ്കിൽ 6. ഇപ്പം എത്ര ഇലക്ട്രോണുകളായി എന്നൊന്ന് എണ്ണി നോക്കണം. 2 × 2 4, 4 × 6 10 × 2 12 × 6 18 എണ്ണമായി. ഇനി ബാക്കി എത്ര എണ്ണം കൂടിയുണ്ട് കൊടുക്കാൻ വേണ്ടി? 2 എണ്ണം കൂടിയുണ്ട്. അത് 3pയേക്കാൾ ഊർജ്ജം കൂടിയ സബ്ഷെല്ല്. 3pയേക്കാൾ ഊർജ്ജം കൂടിയതാരാ? 4s ആണ്. ആ 4s എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് 2 ഇലക്ട്രോൺ വരിക. ഇതാണ് കാൽസ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇനി തൊട്ടടുത്തത് സ്കാൻഡിയം. അറ്റോമിക നമ്പർ 21. സ്കാൻഡിയം അറ്റോമിക നമ്പർ 21. ഇപ്പം നമ്മൾ അവസാനിപ്പിച്ച കാൽസ്യത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ചത് ഏത് സബ്ഷെല്ലിലാണ്? 4sലാണ്. അതായത് ഇവിടെ വരെ നമ്മൾ എഴുതി കഴിഞ്ഞു കാൽസ്യത്തിൻ്റെ. ഇതിൽ കൂടുതൽ ഇലക്ട്രോൺ വന്നാൽ ഏത് സബ്ഷെല്ലും കൂടെ വരും? 3d വരും. അതുകൊണ്ട് തന്നെ അവിടെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ മാറ്റമുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 21ൻ്റെ എഴുതാൻ പോവാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2. ഇപ്പം എത്ര ഇലക്ട്രോണുകളായി? 2, 4, 4 × 10, 12, 12 × 18 20 ഇലക്ട്രോണുകളായി. 21 എണ്ണമുണ്ട്. ഒരു ഇലക്ട്രോൺ കൂടെ കൊടുക്കാനുണ്ട്. ആ ഒരു ഇലക്ട്രോൺ 4sനേക്കാൾ ഊർജ്ജം കൂടിയ സബ്ഷെല്ലിൽ കൊടുക്കണം. ഏതിലാണ് വരിക? 3dയിലാണ്. ഞാനിവിടെ 3d1 എഴുതി. ഊർജ്ജം കൂടി വരുന്ന ക്രമം ശരിയാണ്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞു സബ്ഷെല്ലിൻ്റെ പേരിൻ്റെ ഇടതുവശത്ത് കാണുന്നതാണ് ഷെൽ നമ്പർ എന്ന് പറഞ്ഞു. ഇത് 1ാമത്തെ ഷെല്ലാണ്, K എന്ന് പറയുന്ന ഷെല്ല്. ഇതും 2ാമത്തെ ഷെല്ലാണ്. ഇത് രണ്ടും 2ാമത്തെ ഷെല്ലാണ്. അടുത്തത് നോക്കുക. ഇത് 3 ആണ്, ഇത് 3 ആണ്, ഇതും 3 ആണ്. അതായത് ഈ കാണുന്ന ഷെല്ല് സബ്ഷെൽ ക്രമീകരണം എഴുതുമ്പോൾ എവിടെ വരണം? ഇപ്പുറത്തെ സൈഡിൽ വരണം. 4sന് മുമ്പ് വരണം. ഈ 4sൻ്റെയും 3dയുടെയും കൂടെ ഊർജ്ജം പരിഗണിക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഊർജ്ജത്തിലെ വ്യത്യാസം വളരെ കുറവാണ്. അതുകൊണ്ട് 4sനേക്കാൾ ഊർജ്ജം കൂടിയതാണ് 3d എങ്കിലും സബ്ഷെൽ ക്രമീകരണം എഴുതുമ്പോൾ ഈ 3dയുടെ സ്ഥാനം ഇവിടെയല്ല, അത് ഈ ഭാഗത്തായിട്ട് വേണം എഴുതേണ്ടത്. അത് കഴിഞ്ഞാണ് ഏത് വരേണ്ടത്? 4s2 എഴുതേണ്ടത്. എങ്ങനെയാണ് സ്കാൻഡിയത്തിൻ്റെ ശരിയായ രീതിയിൽ സബ്ഷെൽ ക്രമീകരണം എഴുതുക എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. സ്കാൻഡിയത്തിൻ്റെ പ്രതീകം 21. സ്കാൻഡിയം Sc21. ഇവിടെ ഒരു കാര്യം ഓർത്തു വെച്ചാൽ ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. അറ്റോമിക നമ്പർ 20 വരെ, അതായത് അറ്റോമിക നമ്പർ 1 തുടങ്ങി 20 വരെയുള്ള മൂലകങ്ങളുടെ എഴുതുമ്പോൾ ഏത് സബ്ഷെൽ വരില്ല?
3D എന്ന് പറയുന്ന സബ്ഷെൽ വരില്ല. അതുകൊണ്ട് നേരെ അങ്ങ് എഴുതിയാൽ മതി. എന്നാൽ 21 മുതലാണെങ്കിൽ, അതായത് അറ്റോമിക നമ്പർ 21 മുതലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടാൽ അവിടെ ഏത് സബ്ഷെൽ കടന്നു വരുന്നുണ്ട്? 3D എന്ന് പറയുന്ന സബ്ഷെൽ വരും എന്ന് മാത്രം ഓർത്താൽ നമുക്കതിനനുസരിച്ച് എഴുതാൻ കഴിയും. ഒന്ന് എഴുതി നോക്കാം എങ്ങനെയാണ്. 21 1s2 2s2 2p6 3s2 3p6 3p6 വരെ ഞാൻ എഴുതി. 3p6 കഴിഞ്ഞാൽ അതിനേക്കാൾ ഊർജ്ജം കൂടിയതാരാ? 4s ആണ്. നമ്മൾ അതേ രീതിയിൽ തന്നെ എഴുതുക, ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ തന്നെ എഴുതുക. കാരണം അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പിന്നീട് ബ്ലോക്ക് പറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഇവിടെ 3p ഞാൻ എഴുതിയിട്ടുണ്ട്, 3p6 എഴുതി. 3p6 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാ? 4s ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. 21 ആയതുകൊണ്ട് ഏത് സബ്ഷെൽ വരും? 3D വരും. അതുകൊണ്ട് അതിനുള്ള സ്പേസ് അവിടെ ഇട്ടതിന് ശേഷം, അതിനുള്ള ആ സ്ഥലം അവിടെ ഇട്ടതിന് ശേഷം ഏതെഴുതുക? 4s എഴുതുക. നോക്കുക, 3p6 എഴുതിയിട്ടുണ്ട്. 3p6 എഴുതി കഴിഞ്ഞാൽ അടുത്തത് ആരെ എഴുതണ്ടേ? 4s ആണ്. പക്ഷേ ഏത് സബ്ഷെൽ വരും? 3D വരും. അതുകൊണ്ട് 4s അല്പം ഇങ്ങോട്ട് മാറ്റിയിട്ട് എഴുതാം. 4s2 എന്ന് എഴുതി. 4s കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജം കൂടിയതാരാ? 3D ആണ്. അത് ഒരു ഇലക്ട്രോൺ. നമുക്ക് അതിനിടയിൽ 3D1 എഴുതാം. ഇതാണ് സ്കാൻഡിയത്തിൻ്റെ ശരിയായ സബ്ഷെൽ ക്രമീകരണം. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അതായത് അറ്റോമിക നമ്പർ 20 വരെയാണെങ്കിൽ 3D എന്ന് പറയുന്ന സബ്ഷെൽ വരുന്നില്ല. എന്നാൽ അറ്റോമിക നമ്പർ 21 മുതലാണെങ്കിൽ 3D എന്ന് പറയുന്ന സബ്ഷെൽ വരുന്നത് കൊണ്ട് ആ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ തന്നെ എഴുതുക. പക്ഷേ 4s എഴുതിയതിന് ശേഷം അതിനുള്ളിൽ വേണം ഏതെഴുതാൻ? 3D എഴുതാൻ. അത് പ്രത്യേകം ഓർത്ത് വെച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഇനി മറ്റൊരു മൂലകം നോക്കാം. അറ്റോമിക നമ്പർ 22 ടൈറ്റാനിയം, പ്രതീകം Ti എന്നാണ്. Ti, ടൈറ്റാനിയം, അറ്റോമിക നമ്പർ 22. നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക. അറ്റോമിക നമ്പർ എത്രയാണ്? 22 ആണ്. അതുകൊണ്ട് തന്നെ ഏത് സബ്ഷെൽ വരും? 3D വരുന്നതാണ്. ഇനി നമുക്ക് എഴുതാം. 1s2 2s2 2p6 3s2 3p6 3p6. പിന്നെ ആരാണ് ഊർജ്ജം കൂടിയത്? 4s ആണ്. 22 ആയതുകൊണ്ട്, 20 മുകളിലായതുകൊണ്ട് നമുക്ക് ആ 3D എഴുതാനുള്ള സ്ഥലമിട്ട് ഇവിടെ എഴുതാം. 4s2 അതിനുള്ളിൽ 3d2 എന്ന് എഴുതാം. കൂട്ടി നോക്കാം. 2 2 4, 4 വാറും 10 2, 12 വാറും 18 2, 20 22. ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇങ്ങനെ തന്നെ എഴുതണമെന്ന് പറയാനുള്ള അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലാണോ വരിക അതായിരിക്കും അതിൻ്റെ ബ്ലോക്ക്. നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഇത് പ്രയോജനം ചെയ്യും. അയൺ, അറ്റോമിക നമ്പർ 26 Fe എന്നാണ് അയണിൻ്റെ പ്രതീകം. Fe, അറ്റോമിക നമ്പർ 26. ഈ മൂലകങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഇത് തന്നെ എഴുതാനുള്ള കാരണവും. അയൺ 26 ആണ്. അപ്പോൾ ഏത് സബ്ഷെൽ വരുന്നുണ്ട്? 3D വരുന്നുണ്ട്. നമുക്ക് എഴുതാം. 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ പിന്നെ ഊർജ്ജം കൂടിയത് 4s ആണ്. പക്ഷേ ആര് വരുന്നു? 3D വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 4s2 3d6 എന്ന് വരും. 3d6. ഇതാണ് അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് എഴുതി പഠിക്കണം. വായിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അറ്റോമിക നമ്പർ ഓർത്ത് വെച്ചിട്ട് അതിൻ്റെ സബ്ഷെൽ ക്രമീകരണം സ്വന്തമായി എഴുതി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സബ്ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമം പഠിച്ചെങ്കിൽ മാത്രമേ സബ്ഷെൽ ക്രമീകരണം എഴുതാനും ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് വാങ്ങാനും കഴിയുകയുള്ളൂ. ഇനി ഈ രീതിയിലല്ലാതെ സബ്ഷെൽ ക്രമീകരണം എഴുതുന്ന 2 മൂലകങ്ങളുണ്ട്. അത് പ്രത്യേകം ഓർത്തു വയ്ക്കണം, പലതവണ എഴുതി പഠിക്കണം. ക്രോമിയവും കോപ്പറും. നമുക്ക് അതിൻ്റെ സബ്ഷെൽ ക്രമീകരണം കൂടി ഒന്ന് എഴുതി നോക്കാം. ആദ്യം ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ക്രമീകരണം എഴുതി നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോമിയവും കോപ്പറുമാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ളത്. അതുകൊണ്ടത് പലതവണ എഴുതി പഠിക്കണം. ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ക്രമീകരണം എഴുതി നോക്കാം. ക്രോമിയം, അറ്റോമിക നമ്പർ 24. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതാം.
1s2, 2s2, 2p6, 3s2, 3p6, അത് കഴിഞ്ഞ് 4s2, 3d4. ഇത് 24 ഇലക്ട്രോണുകളെയും നമ്മൾ പഠിച്ച അതേ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. 3d ഡി എന്ന് പറയുന്ന സബ്ഷെൽ പൂർണ്ണമായും നിറയുകയോ, അതായത് ഡിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഇലക്ട്രോണുകളാകുക, അതെത്രയാണ്? 10. ഡിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 10 എണ്ണമാകുകയോ പകുതിയാകുകയോ 5 ആയാൽ ആ മൂലകത്തിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരതയുണ്ടായിരിക്കും. ആ സ്ഥിരതയുള്ള രീതിയിൽ വേണം ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ക്രമീകരണം എഴുതാൻ. ഒന്നുകൂടി പറയാം. ഡി എന്ന് പറയുന്ന സബ്ഷെൽ പൂർണ്ണമായും നിറയുകയോ, അതായത് 10 എണ്ണം ആകുകയോ പകുതി നിറയുകയോ 5 എണ്ണം ആകുകയോ ചെയ്താൽ അതിന് ഏറ്റവും കൂടുതൽ സ്ഥിരതയുണ്ടായിരിക്കും. ആ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ക്രമീകരണം എഴുതാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 10 എണ്ണമാക്കാൻ കഴിയില്ല, കാരണം കുറേ കൂടുതൽ ഇലക്ട്രോണുകൾ വേണം. പക്ഷെ എത്രയാക്കി മാറ്റാം? 5 എണ്ണമാക്കാം. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ 5 ആവും. അപ്പോൾ ഒരെണ്ണം എവിടെ നിന്ന് എടുക്കുക? ഏറ്റവും പുറത്തെ സബ്ഷെല്ലിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അതായത് ഈ കാണുന്ന 4ാമത്തെ ഷെല്ലാണ്. ഈ ഷെല്ലിൽ 2 എണ്ണം ഉണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം എങ്ങോട്ട് എടുക്കുക? ഈ ഡിയിലേക്ക് എടുക്കുക. അതായത് ഇവിടെ എത്രയായി മാറും? 5 ആകും. ഇവിടെ എത്രയാകും? 1 ആകും. ഇതാണ് നമ്മുടെ ക്രോമിയത്തിൻ്റെ ശരിയായ സബ്ഷെൽ ക്രമീകരണം. നമുക്ക് ക്രോമിയത്തിൻ്റെ ശരിയായ സബ്ഷെൽ ക്രമീകരണം ഒരു പ്രാവശ്യം കൂടി എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. ഇതാണ് ക്രോമിയത്തിൻ്റെ കൃത്യമായ ഇലക്ട്രോൺ വിന്യാസം. ഇത് പലതവണ എഴുതി പഠിക്കണം. ഇതുപോലെ തന്നെയാണ് കോപ്പറിൻ്റെയും വരിക. നമുക്ക് അടുത്തത് കോപ്പറിൻ്റെയും കൂടി എഴുതിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. കോപ്പറിൻ്റെ പ്രതീകം Cu, അറ്റോമിക നമ്പർ 29. കോപ്പർ Cu, അറ്റോമിക നമ്പർ 29. ഇപ്പം തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. 29 ആവുമ്പോൾ 3Dയിൽ എത്രയാണ്, അത് എത്രയാക്കി മാറ്റണം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് എഴുതാറുള്ളത്. പക്ഷേ ഇത് തെറ്റാണെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് മനസ്സിലായി. ഇവിടെ ഡിയിൽ പരമാവധി നിറയാൻ എത്ര എണ്ണത്തിൻ്റെ കുറവേ ഉള്ളൂ? 1 ഇലക്ട്രോൺ കൂടി മതി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ക്രോമിയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തൊട്ട് പുറത്തുള്ളതിൽ നിന്ന് 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കണം. അതായത് ഇവിടെ എത്രയായി മാറും? അപ്പോൾ 10 എണ്ണമായി മാറും. ഇവിടെ എത്രയാകും? 1 എണ്ണമായി മാറും. അപ്പോൾ ഇതിൻ്റെ ശരിയായ സബ്ഷെൽ ക്രമീകരണം 1s2, 2s2, 2p6, 3s2, 3p6, 3d10, 4s1. ഇത്രയും മൂലകങ്ങളുടെ സബ്ഷെൽ ക്രമീകരണം എഴുതി പഠിക്കുക. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം. സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം എങ്ങനെയാണോ അതേ രീതിയിൽ വേണം സബ്ഷെൽ ക്രമീകരണം എഴുതാൻ. അറ്റോമിക നമ്പർ 20 വരെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സബ്ഷെൽ ക്രമീകരണം എഴുതാം. കാരണം ആ 3D എന്ന് പറയുന്ന സബ്ഷെൽ വരുന്നില്ല. എന്നാൽ 20 മുകളിലേക്ക്, അതായത് 21 മുതലാണ് ചോദിക്കുന്നത് എങ്കിൽ അവിടെ 3D എന്ന് പറയുന്ന സബ്ഷെൽ വരും. അതുകൊണ്ട് ഊർജം കൂടി വരുന്ന ക്രമത്തിൽ തന്നെ എഴുതുമ്പോൾ ആ 3Dക്കുള്ള സ്പേസ് അവിടെ ഇട്ടതിന് ശേഷം 4s എഴുതുക. അതിനുശേഷം വേണം ഏതെഴുതാൻ? 3D എഴുതാൻ. അങ്ങനെ തന്നെ എഴുതി പഠിക്കാതാണ് ഏറ്റവും എളുപ്പം. മൂന്നാമത് പറഞ്ഞത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും കാര്യമാണ്. 3D ഡി എന്ന് പറയുന്ന സബ്ഷെൽ പൂർണ്ണമായും നിറയുകയോ പകുതി നിറയുകയോ ചെയ്താൽ, അതായത് 10 എണ്ണം ആകുകയോ 5 ആകുകയോ ചെയ്താൽ അവയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ഥിരതയുണ്ടായിരിക്കും. ആ സ്ഥിരത കൈവരിക്കുന്ന രീതിയിൽ തന്നെ വേണം സബ്ഷെൽ ക്രമീകരണം എഴുതാൻ. എന്തായാലും കുറച്ച് അറ്റോമിക നമ്പറുകളുടെ സബ്ഷെൽ ക്രമീകരണം നിങ്ങൾ എഴുതി പഠിക്കുക. ഒരിക്കലും വായിച്ച് പഠിക്കരുത്. വായിച്ച് പഠിച്ചാൽ ഇത് മനസ്സിലാകില്ല. എഴുതി പഠിക്കുക.
പല തവണ എഴുതി പഠിക്കുക. അങ്ങനെ പല പ്രാവശ്യം എഴുതി പഠിച്ചാൽ നമുക്ക് ഈ ഊർജം കൂടി വരുന്ന ക്രമവും കൂടി നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയും. ബാക്കി അടുത്ത ക്ലാസ്സിൽ.